നമസ്കാരം കൂട്ടുകാരെ, ജിജിഷ ടീച്ചറാണ്. ഇന്ന് ജൂലൈ 4 പ്രശസ്ത ശാസ്ത്രജ്ഞയായ മേരി ക്യൂറിയുടെ ചരമദിനമാണ്. 1867 പോളണ്ടിലാണ് മേരി ക്യൂറി ജനിച്ചത്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായി അവർ വളർന്നു. റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസം കണ്ടുപിടിക്കുന്നതിലും പൊളോണിയം, റേഡിയം എന്നീ മൂലകങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിലും മേരി ക്യൂറിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. ശാസ്ത്ര വിഷയങ്ങളിൽ നോബൽ സമ്മാനം നേടിയ ഒരേയൊരു വ്യക്തിയും മേരി ക്യൂറിയാണ്. ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലുമായിരുന്നു ആ നേട്ടം. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം മേരി ക്യൂറിക്ക് വെറുതെ ലഭിച്ച സമ്മാനങ്ങളായിരുന്നില്ല. കഠിനാധ്വാനത്തിലൂടെയും പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്തുമാണ് മേരി ക്യൂറി ഈ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തത്. ചെറുപ്പം മുതലേ പഠനത്തിൽ അതീവ മിടുക്കിയായിരുന്നു മേരി. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഉപരിപഠനം നടത്തണമെന്നത് മേരിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ അക്കാലത്ത് പോളണ്ടിൽ സ്ത്രീകൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതുമാത്രമല്ല, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും മേരിയുടെ ഉപരിപഠനത്തിന് വലിയൊരു തടസ്സമായി നിന്നു. എന്നാൽ മേരി ക്യൂറി തൻ്റെ സ്വപ്നം അവിടെ വെച്ച് ഉപേക്ഷിക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. തൻ്റെ സ്വപ്നം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവൾ ഉറച്ചു. മേരിയും സഹോദരിയും ചേർന്ന് ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് രഹസ്യമായി പഠനം ആരംഭിച്ചു. തുടർന്ന് മേരി തൻ്റെ 24ാമത്തെ വയസ്സിൽ പാരീസിലേക്ക് പോവുകയും അവിടെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടുകയും ചെയ്തു. എന്നാൽ പാരീസിലെ ജീവിതം മേരിക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു ആ കാലഘട്ടം. ഒരു കൊച്ചുമുറിയിൽ കഷ്ടപ്പെട്ടാണ് മേരി ജീവിച്ചത്. പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നു. ശരീരം മെലിഞ്ഞുണങ്ങി. ക്ഷീണം കാരണം അവർ അവശയായി. എന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങളിലും പഠനം മേരിക്ക് ഒരു ലഹരിയായിരുന്നു. പുസ്തകങ്ങളായിരുന്നു അവളുടെ ലോകം. തുടർന്ന് മേരി ക്യൂറി ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് കടന്നു. അവിടെ വെച്ച് പിയറി ക്യൂറിയെ കണ്ടുമുട്ടുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. ഭർത്താവായ പിയറി ക്യൂറിയുമൊത്ത് റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് വർഷങ്ങളോളം അവർ പരീക്ഷണങ്ങൾ തുടർന്നു. വളരെ അപകടകരമായ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ കൈകാര്യം ചെയ്താണ് അവർ ഗവേഷണം നടത്തിയത്. മതിയായ ലാബ് സൗകര്യമോ സുരക്ഷാ സംവിധാനങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. ചെറിയൊരു ലാബിൽ പരിമിതമായ സൗകര്യങ്ങളിൽ അവർ രാവും പകലും പരീക്ഷണം തുടർന്നു. പലപ്പോഴും ക്ഷീണം കാരണം അവശരാകുകയും ആ അവശത മറന്ന് വീണ്ടും പരീക്ഷണങ്ങളിൽ മുഴുകുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പരീക്ഷണം വിജയത്തിലേക്ക് എത്തിയില്ല. സാമ്പത്തിക ബാധ്യതകളും ദാരിദ്ര്യവും അവരെ കൂടുതൽ ദുരിതത്തിലേക്കാക്കി. എങ്ങനെയെങ്കിലും പരീക്ഷണം വിജയിപ്പിക്കാൻ അവർ കിണഞ്ഞു ശ്രമിച്ചു. മുന്നോട്ടൊരു വഴി കാണാതെ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ച് നിസ്സഹായകരായിരുന്നു. ആ രാത്രിയിലാണ് അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശത്തിൻ്റെ ആ കിരണം പൊട്ടിയൊഴുകിയത്. അവർ വർഷങ്ങളോളം രാവും പകലും കഷ്ടപ്പെട്ട് പരീക്ഷണങ്ങൾ നടത്തിയ അതേ മുറിയിൽ നിന്നായിരുന്നു ആ പ്രകാശത്തിൻ്റെ ഉത്ഭവം. അനേക വർഷമായി കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ച റേഡിയത്തിൻ്റെ പ്രകാശമായിരുന്നു അത്. ഇരുണ്ട മുറിയിൽ റേഡിയം സ്വയം പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. റേഡിയത്തിന് പ്രകാശിക്കാൻ ഒരു ഇരുണ്ട മുറി തന്നെ വേണ്ടി വന്നു എന്നത് ഒരു അത്ഭുതമായിരുന്നു. അതോടെ റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് ലോകം അതുവരെ അറിയാത്ത പല രഹസ്യങ്ങളും അവർ കണ്ടുപിടിച്ചു. പൊളോണിയം, റേഡിയം എന്നീ പുതിയ മൂലകങ്ങൾ കണ്ടുപിടിച്ചത് മേരി ക്യൂറിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു. ടൺ കണക്കിന് പിച്ച് ബ്ലെൻഡ് എന്ന ധാതുവിൽ നിന്നാണ് വളരെ കുറഞ്ഞ അളവിൽ റേഡിയം വേർതിരിച്ചാൻ അവർക്ക് സാധിച്ചത്. അവരുടെ ഈ കഠിനാധ്വാനം ലോകം അംഗീകരിച്ചു. ഈ കണ്ടുപിടുത്തങ്ങൾ 1903 ഭൗതികശാസ്ത്രത്തിലെ നോബൽ സമ്മാനം മേരി ക്യൂറി തേടിയെത്തി. ലോകം അത്ഭുതത്തോടെ ആ നേട്ടം നോക്കിക്കണ്ടു. 1911 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനവും മേരി ക്യൂറിക്ക് ലഭിച്ചു. അങ്ങനെ 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തിയായി മേരി ക്യൂറി ചരിത്രത്തിൽ ഇടം നേടി. പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞർക്ക് മേരി ക്യൂറി ഒരു വലിയ പ്രചോദനമാണ്. പ്രകാശമില്ലാത്ത അവസ്ഥയിൽ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുക, ഇരുട്ടാണ് പ്രകാശത്തിൻ്റെ ശക്തിയെന്ന് വിശ്വസിക്കുക. മേരി ക്യൂറിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്.